ശ്രദ്ധിക്കൂ കുട്ടികളെ, ഒരു വൃത്തം പൂർണ്ണവൃത്തം നിങ്ങൾക്ക് അത് മൊത്തം അളക്കാമെന്നില്ല 2πr സിദ്ധാന്തം. അതായത് ഒരു വലിയ വൃത്തം, ഒരു വലിയ ടാങ്ക്, ഒരു വലിയ പ്രദേശത്ത് നിൽക്കുന്ന ഒരു ടാങ്ക്, അതിന്റെ മൊത്തം നമുക്ക് നടന്ന് ചുറ്റും അളക്കാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ഒരു ഫോർമുലയാണ് 2πr സിദ്ധാന്തം. അതായത് 2πr പൈയുടെ മൂല്യം 3.14 3.14. അതായത് റേഡിയസ് അർദ്ധവൃത്താകൃതിയുടെ റേഡിയസ് അതും ഇൻറ്റു പൈയുടെ മൂല്യവും ഇൻറ്റു 2 കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ പൂർണ്ണ വൃത്താകൃതിയുടെ അളവ് കിട്ടും. മനസ്സിലായി കുട്ടികളെ? അതാണ് 2πr സിദ്ധാന്തം. അപ്പോ പൈന്റെ വാല്യൂ 3.14 3.14. ഓക്കെ, ഹനുമാൻ സാറ് എന്തെന്നോട് ഇവനെന്താ? നീ എന്നീ ക്ലാസ് കുഴപ്പമുള്ളത് ഷാന. ഞാൻ ഹനുമാനാണ്. ഇപ്പഴും പറയാം ഹനുമാനല്ല, എന്റെ പേര് ഹനുമാനല്ല, ഹനുമോനി. എന്ത് മോനായിരുന്നാലും നീ മോൻ തന്നെയാണ്. ടീച്ചർ ഉദ്ദേശിച്ചത് വേറെ മോനായിരിക്കല്ലേ? അല്ല, ഇവിടെ നിന്നെ പറ്റിയൊക്കെ എന്തുദ്ദേശിക്കാൻ? ഈ ക്ലാസ് ഏറ്റവും ഉറപ്പ് നീയാ. പറഞ്ഞോളും കേട്ടാ, ഇന്നലെ ഞാൻ പറഞ്ഞു 2πr അതിൽ പയ്യുടെ വില എത്രയാണോ? പയ്യുടെ വില പയ്യുടെ വില സംഭവം 3.314 അമ്മങ്ങോട്ടി പറഞ്ഞല്ല പോയിന്റ് വില അല്ലെങ്കിൽ ഇത് വിലയല്ലേ? നീ ആരോട് പറഞ്ഞു കൊടുക്കുന്നേ? ഇല്ല ഞാൻ എനിക്കറിയാം പയ്യുടെ വില. ആരും പറഞ്ഞൊന്നുമില്ല. എന്നാ പറയും പയ്യുടെ വില പറയും. എന്താണ് പയ്യുടെ വില? 2πr പയ്യുടെ വില പറയും. ടീച്ചറെ ഞങ്ങള് അതേ പറയും 314 പോയിന്റ് എന്ത് 50. എന്ത് അതായത് 314 രൂപ 50 പൈസ. എന്ത് പയ്യുടെ വിലയോ? ടീച്ചറെ ഞാൻ അറിയാവുന്ന ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് കഴിഞ്ഞുള്ള ആരും ഞാൻ പറഞ്ഞാൽ മറ്റേ കടയിൽ പോയി വില കൂട്ടുക. എന്റെ കറക്റ്റ് അറിയുക.